ബഹുമാനമായാലും സ്നേഹമായാലും സൗഹൃദമായാലും ആത്മാർത്ഥതയില്ലെങ്കിൽ എല്ലാത്തിനും ഒരു പേരേയുള്ളൂ: അഭിനയം. തകർക്കാനും തളർത്താനും പലരുമുണ്ടാകും. തളരാതെ മുന്നോട്ടു പോവുക. കാരണം ജീവിതം നമ്മുടേതാണ്, ജീവിക്കേണ്ടത് നമ്മളാണ്. സ്വയം സ്നേഹിക്കാൻ കഴിയുന്ന ഒരു വ്യക്തിക്ക് താൻ ഇഷ്ടപ്പെടുന്ന ഒരാളുടെ പെരുമാറ്റ രീതികളെ സ്വന്തം പെരുമാറ്റ രീതികളായി തന്നെ പരിഗണിക്കാൻ സാധിക്കും. ജീവിതത്തിൽ എന്ത് കിട്ടിയില്ലെന്നോർത്ത് നിരാശ വർദ്ധിപ്പിക്കാതെ ജീവിതത്തിൽ എന്തൊക്കെ സൗഭാഗ്യങ്ങൾ കിട്ടിയിട്ടുണ്ട് എന്നതിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കുക. എത്ര വിജയങ്ങൾ നേടിയാലും എന്തെല്ലാം സമ്പാദിച്ചാലും ശൂന്യമായ കൈകളോടുകൂടിയാണ് ഇവിടം വിടേണ്ടതെന്ന് പലപ്പോഴും നമ്മൾ മറന്നുപോകുന്നു. ആദ്യമായി നമ്മൾ തിരിച്ചറിയേണ്ടത് സ്വന്തം ദൗർബല്യങ്ങളാണ്. എങ്കിലേ നമുക്ക് നമ്മുടെ പരിമിതികളെ മറികടക്കാൻ കഴിയൂ. നല്ല ചിന്തയാൽ ഉണരുക. ഹൃദയത്തിൽ ആരോടും വെറുപ്പ് തോന്നാതെ പെരുമാറുക. ഒരു ചെറു പുഞ്ചിരിയോടെ സങ്കടങ്ങളെ നേരിടുക. തോറ്റുപോവില്ല എന്ന ഉറച്ച വിശ്വാസത്തിൽ മുന്നോട്ടു പോവുക. ഒരു വ്യക്തിയുടെ ഏറ്റവും വലിയ നിധി അറിവാണ്. രണ്ടാമത്തേത് മക്കൾ. ഏറ്റവും അവസാനത്തെ നിധി മാത്രമാണ് പണവും സമ്പാദ്യങ്ങളും. സന്തോഷവും ദുഃഖവും മാറി മാറി വരുന്ന ഒരു ചക്രമാണ് ജീവിതം. പ്രയാസമുള്ള സമയം കടന്നു വരുമ്പോൾ ഓർക്കുക, തീർച്ചയായും നല്ല സമയവും കടന്നു വരും. പെരുമാറ്റം എല്ലായ്പ്പോഴും അറിവിനേക്കാൾ വലുതാണ്. കാരണം ജീവിതത്തിൽ അറിവ് പരാജയപ്പെടുന്ന നിരവധി സാഹചര്യങ്ങളുണ്ട്. പക്ഷെ പെരുമാറ്റത്തിന് സാഹചര്യങ്ങളുടെ സമ്മർദ്ദങ്ങളെ അതിജീവിക്കാൻ കഴിയും. കൊഴിഞ്ഞു വീണ മുട്ടിന് വീണ്ടും വിരിയാനാകില്ല. എന്നാൽ വേരിന് ഉറപ്പുണ്ടെങ്കിൽ പുതിയ പൂക്കൾ വീണ്ടും വിരിയും. ഇതുവരെ നഷ്ടപ്പെടുത്തിയത് ഒന്നുമല്ല, ഇനി വരാനിരിക്കുന്ന നല്ല നാളുകളാണ് ജീവിതം. ഉയരത്തിലെത്തി നിൽക്കുമ്പോഴും താഴ്ചയിലുള്ളവനെ കൈ പിടിച്ചുയർത്താൻ കഴിയുമ്പോഴാണ് നിങ്ങളിലെ മനുഷ്യത്വം ജയിച്ചു തുടങ്ങുന്നത്. മുള്ളുകളില്ലാത്ത പാത കാണുമ്പോൾ ഒന്നോർത്തോളൂ, അത് നിങ്ങളെ ഒരിടത്തേക്ക് നയിക്കില്ല. എനിക്ക് ഒരു കഴിവുമില്ല, ഞാൻ നിസ്സാരനാണ് എന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടെങ്കിൽ ഓർക്കുക, നിങ്ങളുടെ ചിന്തകളാണ് നിങ്ങളുടെ ചുറ്റുമുള്ള ലോകം സൃഷ്ടിക്കുന്നത്. ഒന്നിനെയും കൂടുതൽ ആശ്രയിക്കാതിരിക്കുക. ഒരിക്കൽ അതിനെയെല്ലാം മാറ്റി നിർത്തേണ്ടി വന്നേക്കാം. സ്നേഹം ഒരിക്കലും ചോദിച്ചു വാങ്ങുന്നതിലൂടെ ലഭ്യമാകുന്നില്ല. അത് ലഭ്യമാകുന്നത് നൽകുന്നതിലൂടെയാണ്. നമ്മൾ വളരെ വേഗം പ്രായമാവുകയും വളരെ വൈകി മാത്രം ബുദ്ധിമാനായി തീരുകയും ചെയ്യുന്നു എന്നാണ് ജീവിതത്തിലെ ഏറ്റവും വലിയ ദുരന്തം. നിങ്ങൾ ഈ വീഡിയോ കണ്ടതിന് നന്ദി. ഇതുപോലുള്ള കൂടുതൽ വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.